ഹായ് മക്കളെ, ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തുടങ്ങാനാണ് എപ്പോഴും മടി കാണിക്കുന്നത്, തുടങ്ങിക്കഴിഞ്ഞാൽ റൂട്ടിലേക്ക് കയറും എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗവൺമെൻറ് നടത്തുന്ന എക്സാമിലേക്ക് ഇനി വെറും 27 ദിവസം മാത്രമാണുള്ളത്. എത്രത്തോളം ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾക്കറിയാം, രാവിലെ മുതൽ നിങ്ങൾ സ്കൂളുകളിലേക്ക് പോവുകയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ ശനിയാഴ്ച അടക്കം നിങ്ങൾ ഒരു പക്ഷേ പല ദിവസങ്ങളിലായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോയിട്ടും നമുക്കൊരു മാർക്കും കിട്ടാത്തൊരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി വേണ്ട, നിങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഓരോ ടീച്ചേഴ്സും ഓരോ ദിവസവും നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ഇങ്ങനെ തരും. അങ്ങനെ തരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള കുട്ടികളൊക്കെ നല്ല മാർക്ക് വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മാർക്ക് വളരെ കുറഞ്ഞു പോകുന്ന രംഗം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, ഓണം എക്സാം എന്ന് പറയുന്നത് പല ആൾക്കാരും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കാണില്ല. പക്ഷേ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് ക്ലാസ്സിലെ ടോപ്പേഴ്സ് നിങ്ങളാണെന്ന് അറിയുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. ഒരിക്കലെങ്കിലും ക്ലാസ് ടോപ്പേഴ്സ് ആയ ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അവരുടെ ഫീൽ എന്തായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായ ആളുകൾ, യെസ് സാർ ഐ ആം റെഡി, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു 3-4 സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിലൊരു 2-3 ചാപ്റ്റേഴ്സിൻ്റെ പേര് നിങ്ങൾ ഇവിടെ താഴെ എഴുതി വെക്കുക. കമൻറ്റ് ബോക്സിലല്ല കേട്ടോ, ഒരു പേപ്പർ എടുത്തിട്ടാണ്. അപ്പോൾ 4 സബ്ജക്റ്റിൽ നിന്നും 2 ചാപ്റ്റേഴ്സ് വെച്ച് എടുക്കുകയാണെങ്കിൽ 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഈ കാണുന്ന ചാപ്റ്ററുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വെച്ച് റിവൈസ് ചെയ്യാം. ഇനി അല്ല, നിഞ്ച ബാച്ചുള്ള കുട്ടികളാണ് എങ്കിൽ അവർക്ക് നമ്മുടെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിലെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇതേ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാനും വീണ്ടും ചോദ്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച ഒരു പക്ഷേ നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്നത് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് വരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ 9ാം ക്ലാസ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1 മുതൽ 10 വരെ പഠിക്കുന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ളത് 9ാം ക്ലാസ് ആണ്. ആ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഫുൾ A+ഉം ഫുൾ മാർക്കും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുന്നത് എത്രത്തോളം പവർഫുൾ ആണുള്ളത്. സോ എല്ലാവരും പഠിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിനെ പറ്റിയാണ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ലൈവുകൾ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, DPPs, ഡയറി പ്രാക്ടീസ് പ്രോബ്ലംസ്, അതേപോലെ തന്നെ മറ്റു ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റ ബൈ.